അന്ന് നിങ്ങൾ ആ പണം കൊണ്ട് തന്നതുകൊണ്ടാ ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ മാറിയത്. അതിനൊരു നന്ദി വാക്ക് പറയണമെന്നുണ്ടായിരുന്നു. അന്ന് പക്ഷെ കഴിഞ്ഞില്ല. എന്തിനാ നന്ദി പറയുന്നത്? അതൊക്കെ ഓരോ കടമകളല്ലേ. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, അത് പിന്നെ കൊടുക്കാനുള്ള പണം കൊടുത്തു തീർക്കുന്നതും ഒരു കടമയാണല്ലോ. ഓ, അങ്ങനെയല്ലേ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നേ. അല്ല കുട്ടി, പലിശയുടെ കാര്യം പറഞ്ഞില്ല. എത്ര വർഷത്തേക്കാ ഡെപ്പോസിറ്റ് ചെയ്യുന്നേ? അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. 5 വർഷത്തേക്കാണെങ്കിൽ 6.5% കിട്ടും. അതിന് മുകളിലാണെങ്കിൽ 8 വരെ കിട്ടും. ഇപ്പൊ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ വിവരങ്ങളൊക്കെ ഒന്ന് അറിയാനും കാണാനും ഒക്കെയാ വന്നത്. പണമായിട്ട് ഞാൻ പിന്നെ വരാം. എന്തായാലും ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളതല്ലേ? ഈ ഫോമിൽ നിന്ന് ഡീറ്റെയിൽസ് ഫിൽ ചെയ്തേക്ക്. ഇവിടുന്ന് മാനേജർ കോണ്ടാക്ട് ചെയ്തോളും. ഓ, അതിനെന്താ. പിന്നെ ഫോൺ നമ്പർ കൂടെ എഴുതിയേക്കണേ. ചേച്ചിയുടെ ശബ്ദം കേട്ടിട്ട് എനിക്ക് നല്ല പരിചയമുള്ള ആരുടെ ശബ്ദം പോലെ തോന്നുന്നു. എന്റെ ശബ്ദം നീ എങ്ങനെ മറന്നു പോവാനാ മോളെ? നമ്മള് ഒരേ വയറ്റിൽ ജനിച്ച കൂടപ്പിറപ്പുകളല്ലേ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആയതുകൊണ്ട് നീ തിരിച്ചറിയുന്നില്ല എന്നേ ഉള്ളൂ. അതെ, ഞാനൊരു കാര്യം ചോദിച്ചാൽ ബുദ്ധിമുട്ടാവോ? എന്താ? ഈ വേഷത്തില് എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. ഞങ്ങളെ ആപത്ത് കാലത്ത് സഹായിച്ച ഒരാളുടെ മുഖം ഒന്ന് കണ്ടിരിക്കാനുള്ള ആഗ്രഹമുണ്ട്. പിന്നീടാവട്ടെ. ഡെപ്പോസിറ്റ് ചെയ്യാൻ പണവും കൊണ്ടുവരുമ്പോൾ നമുക്ക് കാണാം. പറ്റുമെങ്കിൽ പുറത്തൊരുമിച്ച് പോയി ഒരു ചായയും കുടിക്കാം. ഞാനിപ്പോ പോട്ടെ. പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്. സച്ചേട്ടനോട്, അല്ല കുട്ടിയുടെ ഏട്ടനോടും അമ്മയോടും ഒക്കെ എൻ്റെ അന്വേഷണം പറയണം കേട്ടോ. ശരി, പറയാം. ഞാൻ പോയിട്ട് വരാം.